തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിലേക്ക് We are reading the newspaper, your news and everything. You are a hero here. You are fighting for justice. Finally, you came back to Parliament. Yes, it was a long fight. Your blessings, thank you. We are following. Yes, Parliament meeting. Where are we? Here? Hello. Thank you, Father. Are we going to do our meeting here? Yeah. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഏതൊക്കെ നേതാക്കളാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്? താമരശ്ശേരി ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചോ? വിവരങ്ങൾ എങ്ങനെ? തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, രാജ്യസഭയുടെയും പാർലമെന്റിലെയും ലീഡ് ചെയ്യുന്ന നേതാക്കൾ ഡെറക് ഒബ്രെയ്നും മഹുവ മൊയ്ത്രയുമാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിനെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. തൃണമൂലിലെ സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ, അതോടൊപ്പം തന്നെ മനോജ് കുമാർ ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, PV അൻവർ വന്നതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ UDF-ലേക്ക് പ്രവേശനം നേടുന്നു. ഇതിൽ തന്നെ തുടക്കത്തിൽ തന്നെ PV അൻവർ ഏറ്റെടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് മലയോര മേഖലയിലെ വന്യമൃഗശല്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വിവിധ സഭാ നേതൃത്വവുമായും നല്ല ബന്ധത്തിലായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ ഇവിടെ താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പൊതുവായ ചർച്ചകൾക്കൊപ്പം തന്നെ വന്യമൃഗശല്യം സംബന്ധിച്ചുള്ള വിഷയത്തിൽ കേന്ദ്ര നിയമത്തിന്റെ ഇളവ് ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ മലയോര ജനത. ഈ വിഷയം ഒരുപക്ഷെ രാജ്യസഭയിലും ലോക്സഭയിലും ഉന്നയിക്കണം എന്ന ആവശ്യം ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ PV അൻവർ ഉന്നയിക്കുന്ന കാര്യമാണ്. തൃണമൂൽ കോൺഗ്രസ് വരുന്നതിലൂടെ നിരവധി MP-മാർ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ ഉണ്ടാകും, അതിനുവേണ്ടി താൻ ഇടപെടും എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും താമരശ്ശേരി ബിഷപ്പിനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയം അവർക്ക് മുന്നിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ പ്രധാനമായി രാഷ്ട്രീയ തുടക്കത്തിൽ ഈ തൃണമൂലുമായി മുന്നോട്ട് പോകുമ്പോൾ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന അർത്ഥത്തിൽ അർത്ഥത്തിലുള്ള ചില ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളായിരിക്കും കൂടുതലും ചർച്ചയ്ക്ക്. സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചകൾ നടക്കും. എന്തായാലും അല്പസമയം മുമ്പാണ് താമരശ്ശേരി ബിഷപ്പ് ഹൌസിൽ മഹുവ മൊയ്ത്രയും അതോടൊപ്പം തന്നെ ഡെറക് ഒബ്രെയാനും PV അൻവറും എത്തിച്ചേർന്നത്. ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഉൾപ്പെടെയുള്ള സഭാപ്രതികളുമായി അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.